2 രക്ഷിതാക്കളെ പ്രത്യേകം ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട് അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ, പക്ഷേ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതിന് സംശയം വന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇത് ആരോഗ്യവകുപ്പ് മാത്രം നോക്കിയാൽ പോരാ, തദ്ദേശ സ്ഥാപനങ്ങളും കൂടെ സഹായിച്ചാലേ ക്ലീൻ ആക്കാൻ പറ്റൂ. 10 വർഷം ഗുണ്ടകളുടെ പറുദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവർക്ക് നിർദാക്ഷിണ്യം പോലീസിൻ്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ, അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട, അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗുരുവിന്റെ അനുയായികൾ ഈ വ്യത്യസ്തത ഉൾക്കൊള്ളുന്നവരായി തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാണ് 2 തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി. പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരില്ല. പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ മനസ്സിലായത് ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ തരത്തിൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ തലപ്പത്തുള്ളവർ ശ്രീനാരായണ ദർശനത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ക്ലിയർ ആണ്? കേരളത്തിൽ ഇപ്പോ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ സമൻസ് വരട്ടെ, അത് അവര് അതിന്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോൾ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് തെറ്റായിപ്പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കാൻ കുറെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ.